രസമുള്ള ട്രീറ്റ്മെൻറ്റ് പരിപാടികൾ ഇൻട്രസ്റ്റിംഗ്. നമുക്ക് ഭയങ്കര പുതുമയുള്ള കുറച്ച് നാൾ കൂടി ഭയങ്കര ഫ്രഷായിട്ടുള്ള കട്ടുകളും പരിപാടികളൊക്കെ ഉണ്ട്. ഒരു കൗതുകം. ദാറ്റ്സ് ഇറ്റ്. അടിപൊളി പടം. മലയാള സിനിമ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു മാറ്റത്തിലേക്ക് തുടരുമെന്ന് തോന്നുന്നുണ്ടോ? മലയാള സിനിമ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ടായിരുന്നു. ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. പടം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര ഒരു ഹോപ്പ് വരുന്നൊരു പരിപാടിയാണ് മൊത്തത്തിൽ. എനിക്കൊന്ന് ധ്യാൻ്റെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഈ പടത്തിന്. തീർച്ചയായിട്ടും തിയേറ്ററിൽ കാണാൻ പറ്റിയൊരു നല്ലോണം ഈവൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ തരുന്ന ഒരു പടമാണ്. ഈവൻ വീക്കെൻഡിൻ്റെ ഒരു യൂണിവേഴ്സ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഗംഭീരമായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. യൂണിവേഴ്സലാണല്ലോ, അപ്പോൾ ഏതെങ്കിലും ഭാഗത്തേക്ക് കണ്ടുകൊണ്ടാൻ ചാൻസ് ഉണ്ടോ? എന്താ കൂടുതൽ ഇഷ്ടപ്പെട്ട പടം? മൊത്തത്തിൽ എനിക്ക് ആ ഒരു മൂഡും ഈ ഒരു ഡിറ്റക്റ്റീവ് വെച്ച് നമുക്ക് ആ പേരിൽ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും പരിപാടി. ഈവൻ ട്രെയിലർ കണ്ടപ്പോഴും നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ മൊത്തത്തിൽ ആ ഒരു മൂഡ് അവർ ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ധ്യാനാണെങ്കിലും പെർഫോമൻസ് എടുത്ത് പറയണം. ഡയറക്ഷൻ ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ എല്ലാവരും അവരുടെ പരിപാടി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, താങ്ക് യു. It's a detective film and like plot twist and everything, and it's set in a very nice world. I'm looking forward. We can blockbuster the baaki cinema I'm also looking forward. Yeah, always. Thank you. ഭയങ്കര രസമുണ്ട്. അതായത് ഒരു ലൈറ്റ് ഹാർട്ടഡായിട്ട് പോയിട്ട് പിന്നെ ഒരു ത്രില്ലർ മൂഡിലേക്ക് കിടക്കുന്ന ഭയങ്കര രസമുള്ളൊരു പരിപാടി. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഒരു ത്രില്ലറാണെന്ന് തോന്നുന്നു. ഭയങ്കര രസമുണ്ട്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോൾ പടം കുറേയധികം പരിപാടികളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അത് സ്പോയിലറായി പോകും. പക്ഷേ ഭയങ്കര രസമുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സാണെന്ന് പറയില്ല, അത്ര രസമുണ്ട്. അടിപൊളി. ധ്യാൻ ചേട്ടൻ അതുപോലെ എല്ലാവരും പെർഫോമൻസ്, സിജു ചേട്ടനാണെങ്കിലും ധ്യാൻ ചേട്ടൻ അതുപോലെ പുതിയ കുറേ ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ അങ്ങനെ എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ്. ഡയറക്ടേഴ്സ് പുതിയ ആൾക്കാരാണ്. അതുപോലെ മ്യൂസിക് ഭയങ്കര രസമുണ്ട്. DOP ആണെങ്കിൽ എല്ലാം മൊത്തത്തിൽ ഭയങ്കര ഒരു പാക്ഡായിട്ടുള്ള സിനിമയാണ്. എന്തായാലും തിയേറ്ററിൽ എനിക്ക് തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ്. ഹിറ്റടിക്കട്ടെ. താങ്ക് യു. ധ്യാൻ ചാണ്ടി ഇതുവരെ ചെയ്യാത്തൊരു ജോണർ ഓഫ് മൂവിയാണ്. ത്രില്ലറാണ്. കുറേ തമാശകളുണ്ട്. ഒരു ഫൺ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. നല്ല രസമുണ്ടായിരുന്നു. സിജുചേട്ടൻ നല്ല രസമുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാവരുടെയും. പിന്നെ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ടീം അവരെയൊക്കെ പെർഫോമൻസ് നല്ല രസമുണ്ടായിരുന്നു. 4 പേരും ധ്യാൻ ചേട്ടനും ചേച്ചിയാണ് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെയല്ല, ധ്യാൻ ചേട്ടൻ തീർച്ചയായിട്ടും നല്ല പെർഫോമർ തന്നെയാണ്. എനിക്ക് ഇതുവരെ ധ്യാൻ ചേട്ടനെ കാണാത്തൊരു സംഭവമാണ്. എല്ലാവരും പടം പോയി കാണണം. ഉജ്ജ്വലമാവട്ടെ. താങ്ക് യു. മൂവി നമ്മൾ ഒരുമിച്ചല്ലേ കണ്ടേ? യെസ്, എനിക്കിഷ്ടമായി. നമ്മൾ ധ്യാൻ അഭിനയിക്കുന്ന ഒരു സിനിമ എന്ന് പറയുമ്പം നമ്മളെപ്പോഴും ഫുൾ തമാശയായിരിക്കും, കോമഡി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് പോവുക. ബട്ട് ദിസ് ഇസ് സംതിങ്, ഒരു ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടോ. നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ടായിരുന്നു ശരിക്കും ത്രൂ ഔട്ട് ഇരുന്നിരുന്നത്. എന്തായാലും അടിപൊളി. ബാക്കി എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. നമ്മുടെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ നോക്കാം. നമുക്ക് എല്ലാവർക്കും നോക്കാം കേട്ടോ. അവിടെ ഇപ്പോൾ അതാണ് ട്രോളിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കൂടെ, സിജുചേട്ടൻ എല്ലാവരും കൂടെ. എനിവേസ് ലെറ്റ്സ് ഹോപ്പ്. അപ്പോൾ എന്തായാലും ശരി. ഒരുപാട് സന്തോഷം തോന്നി. ഒരുപാട് സന്തോഷം എന്ന് വെച്ചാൽ ഒരുപാട് സന്തോഷം. തീർച്ചയായിട്ടും. അതിനെന്താ സംശയം? ഇഷ്ടമായി, എനിക്കിഷ്ടമായി. നല്ല പിന്നെ ധ്യാൻ കലക്കി. നമ്മുടെ സ്വന്തം പടമല്ലേ, അഭിപ്രായം പറഞ്ഞില്ല. നമ്മുടെ സ്വന്തം, എല്ലാം നമ്മുടെ സ്വന്തമാണ്. സൂപ്പറാണ്.